ഭഗവതി എല്ലാം മംഗളമാക്കണേ. അറിയോ, എത്രയോ വർഷം എന്റെ അച്ഛൻ ഇവിടെ ശ്രീകാര്യക്കാരനായിരുന്നു. അയ്യപ്പ, വലിയ കാരണവരുടെ കാലത്ത് ഇവിടുത്തെ 10 ദിവസത്തെ ഉത്സവം എന്ന് പറയുമ്പോ 10 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമേള തന്നെയായിരുന്നു. വിശ്വേട്ടൻ മേലിടം വാസുദേവ ശർമ്മയുടെ ഹരിയത കേട്ടിട്ടുണ്ടോ? ഇല്ല, കേമാണെന്ന് കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ എന്റെ വഴി കഥ പറച്ചിലാണെന്ന് ആദ്യം തോന്നിയത് സത്യത്തിൽ ഇവിടെ ഭഗവതിയുടെ മുമ്പിൽ മേലിടം കഥ പറയുന്നത് കേട്ടിരുന്നപ്പോഴാ. നല്ല ഓർമ്മയുണ്ട്, അമ്മയുടെ മടിയിൽ കണ്ണിമ ചിമ്മൂലും ചെയ്യാതെ കഥ കേട്ടിരുന്നത്. ആ രാത്രി പിന്നെയും ചില ഓർമ്മകൾ തരുന്നുണ്ട്. പന്തവും വടിവാളും ഒക്കെ ആളുകൾ വന്നത്, പിന്നെ എന്തൊക്കെയാ നടന്നത്? കുത്തും വെട്ടും കൊള്ളിവെപ്പും. എന്തായിരുന്നു കാരണം? ഇപ്പോഴത്തെ കാരണവന്മാര് തമ്മിലുള്ള സ്വത്തുകാർക്കാന്നാ പറയണേ. പിന്നെ ചേരി തിരിഞ്ഞും കരതിരിഞ്ഞുമുള്ള പകയും പോരുവായി. ഒടുവിൽ ചോരക്കളി ശ്രീകോവിലേക്ക് കടക്കുന്നതായപ്പോ അച്ഛൻ വഴി തടഞ്ഞു നിന്നു. ആ പടികളിലാണ് വെട്ടും കുത്തുവേറ്റ് എന്റെ അച്ഛൻ മരിച്ചു വീണത്. ഒക്കെ ഒരു ദൈവനിശ്ചയമാണ് ജയദേവൻ. പണ്ടെങ്ങോ മുടങ്ങിയ ഉത്സവം വീണ്ടും തുടങ്ങിയപ്പോൾ ജയദേവൻ തന്നെ കഥ പറയാൻ വരിക, അത് പിന്നെ ഒരു പതിവാകുക. ഭാഗ്യമാണ്, സന്തോഷമുണ്ട്. എല്ലാം ഓർമ്മിക്കുമ്പോ നൊമ്പരും. ആരുമില്ലേ? ആഹാ, അച്ഛൻ പറയണ്ടായി ജയേട്ടന് എത്തുന്നു. ശാലിനി ഉത്സവത്തിന് വന്നതാവും. ഓ, ഉത്സവത്തിന് എത്തിയതന്നെ, പക്ഷെ ഇത്തവണയല്ല, കഴിഞ്ഞവണ. പിന്നെ പോയില്ല. ഞാൻ ഇത്തവണ വരുമ്പോഴെങ്കിലും ശാലിനി ഭർത്താവും കുട്ടിയും ഒത്ത് സ്വരൂപോടെ കഴിയുന്നത് കാണാമെന്ന് വിചാരിച്ചതാ. അതിപ്പോ ഞാനൊരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. വരച്ചവരിൽ നിക്കണ വെച്ചാ എന്നിട്ട് കിട്ടിയില്ല, നിശ്ചയം. ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ശരിയാണ്, രസമാണ് കേൾക്കാൻ. എന്നാലും നമ്മുടെ നാട്ടില് ഒരുവിധമുള്ള സ്ത്രീകളൊക്കെ ഭർത്താവുമായി കഴിയുന്നത്ര ഇണങ്ങി എല്ലാം അങ്ങ് മിണ്ടാണ്ട് അനുസരിക്കാന്നല്ല, ഒരു ഒത്തൊരുമയോടെ. അല്ല, അതാ അതിന്റെ ഒരു ഭംഗിയുമേ. ഞാൻ പറയുന്നത്, ഒരു കുട്ടിയൊക്കെ ആയില്ലേ, ഭർത്താവുമായി ശാലിനി കഴിയുന്നത്ര ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ? അങ്ങോരൊരു പോങ്ങനാണെന്നേ. അല്ല, ഉറപ്പ്. തെളിവെന്താന്നോ അതിന്? തറവാട്ടിൽ തന്നെയുള്ള നിന്റെ നിൽപ്പന്നെ വന്നില്ലല്ലോ നാണവൻ, ഭാര്യയെ പൂവിട്ട് എഴുന്നള്ളിച്ചോണ്ട് പോവാൻ. അറിയോ ജയദേവന്, നാരായണവൻ ഒടുവിൽ പോകുമ്പോ ഇവളോട് പറഞ്ഞ എന്താണെന്ന്? തറവാട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്നോടുക, അതല്ല ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ശരിയെന്ന് സ്വന്തമായി തോന്നാച്ചാൽ അങ്ങോട്ട് വരാം, എന്ന് വെച്ചാൽ കൊണ്ടുപോവാൻ ഭർത്താവിന്റെ പല്ലക്ക് വരുമെന്ന് സ്വപ്നത്തിൽ പോലും നിരീക്കണ്ടെന്ന്. നല്ല അസല ആൺകുട്ടിയുടെ വർത്താനം. ശരിക്കു പറഞ്ഞാൽ നാരായണവൻ എന്റെ മരുവനാണെന്ന് എനിക്ക് ആദ്യം തോന്നി തന്നാ. നിക്കട്ടെ ഇവിടെ. എല്ലാരും കൂടി ഇങ്ങനെ വാശി പിടിച്ച് എന്തായാലും ഒടുവിലെ നഷ്ടം ശാലിനിക്ക് തന്നെയാവും. ആരെ നിരീച്ചു ഇങ്ങനെയൊക്കെ ഒന്ന് ഭവിക്കുന്നു? ഒക്കെ വിധിയാ, അല്ലാണ്ടെന്ത് പറയാൻ. ജയദേവൻ ഇരിക്കെ. ജയദേവന്റെ താമസത്തിന്റെ കാര്യങ്ങളൊക്കെ കുറിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശേഷങ്ങളൊക്കെ കുറിപ്പ് പറഞ്ഞു. കർണന്റെ കഥയാണല്ലേ, നന്നായി അസലാക്കണം, ഗംഭീരാക്കണം. ജയദേവൻ ഇച്ചി തടി വെച്ചിട്ടുണ്ട്. ഈ തടീനെ കൂട്ടണ്ട. മുഷിഞ്ഞുള്ള കഥ പറച്ചിലും ഉറക്കളയ്ക്കുമല്ലേ. ആരോഗ്യം ശ്രദ്ധിക്കുക. പുതിയ കഥയാണ്, ഒക്കെ ഒന്ന് ചിട്ടപ്പെടുത്തുന്നവരെ. വിശ്രമമില്ല അല്ലേ? ഒന്ന് ആലോചിക്കുമ്പോ അതും നന്ന്. ജയദേവൻ ചായ കുടിച്ചിട്ട് പോയാ മതി. അല്പം ധൃതിയുണ്ട്. അതൊന്നും പറയണ്ട, ചായ കുടിച്ചിട്ട് പോയാ മതി. ഉടനെ തന്നെ റിഹേഴ്സൽ തുടങ്ങണം, പിന്നെ ഫ്രീ ടൈം കിട്ടില്ല. ഉള്ള ഗ്യാപ്പിന് എല്ലാരെയും ഒന്ന് കാണണം. തെക്കമ്പുറത്തും ഒന്ന് കയറണം എന്ന് വിചാരിക്കുക. തെക്കുംപുറത്ത് പോവുക, പോവാണ്ടിരിക്കുക, അതൊക്കെ ജയദേവന് ഇഷ്ടം. നിർബന്ധമായും ചെന്ന് കാണേണ്ട ഒരാളുണ്ട്, തിരുമേനി. വന്ന് കാണുക, കാണാണ്ടിരിക്ക, അതിലൊക്കെ ഇപ്പൊ എന്താ ഉള്ളേ? ഏതായാലും വന്നത് സന്തോഷായി. ഇരിക്ക. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഓ, എന്നാ ഞാനും നിന്ന് സംസാരിക്കാനേ. ഒരു കല കൈവശമുള്ളയാൾ സന്യാസിയേക്കാൾ ഒട്ടും മോശക്കാരനല്ല. അയ്യോ,
അങ്ങനൊന്നും ഇല്ല. അങ്ങനെയുണ്ട്. ജയദേവൻ കഥാപ്രസംഗത്തിൽ പറഞ്ഞിട്ട് പോകുന്ന വാക്കുകൾ നാട്ടുകാർ മനപ്പാടം പഠിച്ച് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ 2 കൊല്ലോ. അതിൽ പരം എന്ത് വേണം ഒരു കലാകാരന്? എന്നാലും മനസ്സിനൊരു സന്തോഷവും തിരുമേനി. ഇതിപ്പോ ഒരു പക്ഷക്കാരുടെ വാശിക്ക് എന്റെ കലാപരിപാടി മേളം പകരുന്ന അവസ്ഥയാണ്. എനിക്കാണെങ്കിൽ തിരുമേനി കാര്യമായി ഒന്ന് വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. വിചാരിക്കാഞ്ഞിട്ടല്ല, ശ്രമിക്കാഞ്ഞിട്ടുമല്ല. പക്ഷെ ഫലമെന്ത്? കുറെ കാലമായി ഞാൻ ആലോചിക്കുന്നു, തെക്കുംപുറത്തെയും വടക്കുംപുറത്തെയും എല്ലാവരുമായി ഇതേപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന്. സത്യത്തിൽ ഇപ്രാവശ്യം റിഹേഴ്സൽ ഇവിടെ ആക്കിയത് തന്നെ ആ ഒരു ഉദ്ദേശത്തോടെയാണ്. വശീകരിക്കുന്ന വാക്ചാതുരിയുണ്ട്. കൂട്ടങ്ങളെ പറഞ്ഞിളക്കാനും അടക്കാനും കഴിയും. അങ്ങനെയുള്ള ഒരാൾക്ക് നല്ല മധ്യസ്ഥനാവാനും സാധിക്കും, സംശയമില്ല. ഏത് കഥയാണ് ഇത്തവണ പറയുന്നത്? കർണൻ. കന്യക പ്രസവിച്ച് പേടകത്തിലാക്കി നദിയിലൊഴുക്കിയ സൂര്യപുത്രന്റെ കഥ. അന്ന് പറയാനുള്ള കഥയുടെ സിലക്ഷൻ ഒന്നന്തരം. പിന്നെ ഇപ്പോൾ ജയദേവൻ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന കുടുംബപ്പോരിന്റെ കഥയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തോറ്റവനാണ്. മനസ്സ് പറയുന്നു, ഒട്ടും വിചാരിച്ചിരിക്കാതെ ഞാൻ നടത്തിയ കണ്ടെത്തലാണ് ജയദേവനെന്ന്. സന്യാസി തോറ്റെടുത്ത് കലാകാരന് ജയിക്കാവുന്നതേ ഉള്ളൂ. ധ്യാനത്തിനുള്ള സമയമായി. ജയദേവൻ എന്തോ ജയദേവൻ സാറ് കല്യാണിയാണ് പിടിച്ചിരിക്കുന്നത്. കല്യാണി അല്ല തങ്കപ്പ, ചുമ്മാ മണ്ടത്തരം പറയാതെ. ദൈവം തന്ന രാഗങ്ങളെ മനുഷ്യൻ കല്യാണിന്ന് കളവാടിന്ന് കാമാഷിന്ന് പേരിട്ട് വ്യഭിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാ രാഗങ്ങളും ഒന്ന് തന്നെ. അതെ, ആ സ്വരസ്ഥാനങ്ങളൊക്കെ ഒന്ന് കുറിച്ചു വെക്കണോ? വായൊഴിഞ്ഞൊരു നേരമില്ലല്ലോ. കാരണത്ത് വായിക്കാൻ വിശ്വം എനിക്കൊരു മനോധർമ്മം തോന്നുന്നു. ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് കുന്തിയെ ഞാൻ, അതായത് ശ്രീകൃഷ്ണൻ മീറ്റ് ചെയ്യുന്ന ഒരു സീൻ, കളർഫുൾ ആയിട്ട് ഒരു 4-5 ഡയലോഗ്. ഹേയ് കുന്തി, ഹസ്തനപുര സമസ്ത അപരാധങ്ങളുടെ തീ എഴുതി വെച്ചിരിക്കുന്നത് കാണാ പഠിച്ചങ്ങ് ചെയ്താൽ മതി. എഴുതി തരുന്ന എന്തും കാണാപ്പാടാൻ പഠിച്ച് കണ്ണുപടച്ച് പറയുന്ന വിഡ്ഢികളല്ലേ ഞങ്ങൾ. മഹാഭാരതത്തിലെ കഥയാവുമ്പോൾ അതിൽ ശ്രീരാമന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ എന്നാ മനസ്സിലാക്കാത്തത്? മഹാഭാരതത്തിൽ ശ്രീരാമനോ? കർണന്റെ മൂത്ത മകളെ നമ്മുടെ ശ്രീരാമനല്ലേ മാരിയിരിക്കുന്നത്? ഓഹോ, അപ്പൊ കുരുക്ഷേത്ര യുദ്ധത്തിൽ പിന്നെന്താ ഉണ്ടായത്? വായനോ പോലൂടെ. ഏതായാലും വടക്കുംപുറത്ത് അറിയണ്ട ജയദേവൻ ഇങ്ങോട്ട് വന്നത്. ഗോവിന്ദമേന്റെ തുള്ളൽ തുടങ്ങാൻ ഇനി അത് മതി. തെക്കുംപുറന്നും വടക്കുംപുറന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. മേലേടത്ത് തറവാട്, അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ ഇപ്പോഴും. ബെഡായി പറയാമേ. തെക്കുംപുറത്തുകാരുടെ ഉത്സവത്തിന് ആരാ എന്താന്നൊക്കെ അറിയാൻ വടക്കുംപുറത്തുനിന്ന് വിട്ടിരിക്കുക. ചാരപ്പണിയുടെ ഒരു സൈഡ് ബിസിനസ് ഉണ്ടെന്ന് തോന്നുന്നു ഈ പെണ്ണിന്റെ ഒരു. അല്ല, നീ എങ്ങോട്ടായി പുസ്തകമൊക്കെ ആയിട്ട്? തൊടിയിലും മിന്നിടെ കുറച്ച് നോട്ട്സ് വാങ്ങണമേ. ഇപ്പൊ ഇങ്ങ് വരാം. എന്നെ ഒന്ന് തുറന്നു വിടൂ എടുത്തി, ഒന്ന് തുറന്നു വിടാൻ പറയൂ എടുത്തി. എന്റെ കാല് വേദന എടുക്കണു. ശ്രീദേവിയളയമ്മയുടെ അസുഖമൊക്കെ അങ്ങനെ കിടക്കുന്നു. ശാപം കിട്ടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇന്നലെ എവിടെയായിരുന്നു മണികണ്ട? പാപ്പരക്കൽ അമ്പലത്തിൽ. ആ, ചെക്കന് ക്ഷീണാണല്ലോ. എന്താ ഒന്നും കൊടുക്കാറില്ലേ? നാടുകാർ വരുമ്പോഴേ എന്നെ ഒന്ന് കാണാൻ പറയും. അല്ല, ഇതെന്ത് പറ്റി? തെക്കും വടക്കും തമ്മിൽ മാറിയോ? തെക്കെന്നും വടക്കെന്നും ഭേദം ഉണ്ടെങ്കിലല്ലേ? ഭേദമുണ്ടോ? ഭേദമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാ വടക്കുംപുറത്തുകാരുടെ ആളായി താൻ ഇപ്പൊ ഇവിടെ കഥ പറയാൻ വന്നത്. ഇദ്ദേഹം എന്ന് പറഞ്ഞ മരിക്കുമായിരുന്നു അപ്പുമാര്. ആ അപ്പുമാരെ മോൻ എങ്ങനെയാ ഗോവിന്ദമേന്റെ ഉടവാള് പിടിക്കണമെന്നേ ഉള്ളു സംശയം. ഉടവാളിന്റെയും പരിചയുടെയും ലോകമൊന്നും എനിക്കറിയില്ല. 2 കുടുംബക്കാർ ഒന്നിച്ചു നിൽക്കുന്നത് കാണണേന്നുള്ള പ്രാർത്ഥനയുള്ളൂ എനിക്ക്. ഒത്തുതീർപ്പിന്റെ ഒരുമിപ്പിന്റെ ഒന്നും കാര്യം ആലോചിക്കുകയേ വേണ്ടാത്ത അവസ്ഥയാണ്. വർഷം ചെല്ലുന്തോറും അച്ഛന്റെ അമ്മാമ്മയുടെ ഒക്കെ വാശി കൂടുകയല്ലാതെ കുറയണ മട്ടില്ല.
അവരൊക്കെ പഴയ തലമുറയല്ലേ, ഓർത്തു വയ്ക്കാനും കണക്ക് തീർക്കാനും ഒക്കെ പലതും കാണും. പുതിയ തലമുറയും അവരുടെ പുറകെ പോരുതെന്നാണ് ഞാൻ പറയുന്നത്. ഒക്കെ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ വടക്കുംപുറത്തുള്ളവരുടെ ഗർവ് എന്താന്നാ കരുതിയത്? മൊട്ടും ഭാവമൊക്കെ കാണുമ്പോ അച്ഛന്റെ അമ്മാമ്മയുടെ പക്ഷത്താ ശരിയെന്ന് തോന്നും. ക്ഷേത്രകുളത്തിന്റെ ഒരു കിടപ്പ് കണ്ടില്ലേ, 10-20 വർഷമായി. ലഹളക്കാലത്ത് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതല്ലേ ക്ഷേത്രക്കുളം ഇനി ആരും തൊടാൻ പാടില്ലാന്ന്. ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ദേവി പുലർത്തുക, നശിപ്പിക്കുക ചെയ്യട്ടെ, അല്ലേ?